PM ശ്രീയിൽ RSSന്റെ തിട്ടൂരത്തിന് ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുത് എന്ന് CPI മുഖപത്രം. രാഷ്ട്രീയ നിലപാടും നയവും ബലികഴിച്ച് പദ്ധതിയിൽ ഒപ്പുവയ്ക്കരുതെന്ന് ലേഖനം. സംഘപരിവാർ ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് PM ശ്രീ. തമിഴ്നാട് പദ്ധതി നടപ്പാക്കിയില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തതെന്നും ലേഖനം. AK സ്റ്റെഫൻ ചേർന്ന് വിവരങ്ങളുമായി. സ്റ്റെഫൻ, ഗുഡ് മോർണിംഗ്. ലേഖനത്തിൽ എന്തൊക്കെയാണ് പരാമർശിക്കുന്നത്? ശക്തമായ ഭാഷയിലാണോ? മോത്തി, PM ശ്രീയുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു ഭിന്നത അത് കൂടുതൽ രൂക്ഷമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാമായി കാണുന്നത്. പരസ്പരം പഴിചാരലിലേക്കും അതോടൊപ്പം തന്നെ നിലപാട് പ്രഖ്യാപനത്തിലേക്കും നീങ്ങുന്നു. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. അതുമായി മുന്നോട്ട് പോകാമെന്നൊരു നിലപാട് തന്നെയാണ്. പക്ഷേ ഈ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെയും BJP-യും RSS-നെയും എതിർക്കുമ്പോൾ ഇത്തരത്തിലൊരു പദ്ധതിയുടെ ഭാഗമാകുന്നത് രാഷ്ട്രീയപരമായി കൂടി വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് CPI വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നൊരു നിലപാട് തന്നെയാണ് CPI പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലേഖനത്തെ ഇന്ന് കാണേണ്ടത്. എഡിറ്റോറിയൽ പേജിലുള്ള ലേഖനമാണ് ഇത്തരത്തിൽ കടുത്ത രൂക്ഷമായിട്ടുള്ള വിമർശനം ഇതിനെതിരെ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ CPM അവിടെ എടുത്തു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബ്രാൻഡിങ്ങോടുകൂടി പല പദ്ധതികളും പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ CPIക്ക് കുഴപ്പമില്ല എന്നൊരു ചോദ്യമാണ് CPM ഉയർത്തുന്നത്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് മുന്നണിക്കുള്ളിൽ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഇത് CPIയുടെ ഒരു നിലപാട് അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. CPI ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ LDF-ൽ ചർച്ച ചെയ്യണം. LDF-ൽ ഈ കാര്യം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ CPIയുടെ നിലപാട് ഇതാണ് എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. അതിനൊരു പരിഗണന ലഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. ശരി.